നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വീട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മൾ സ്ഥിരമായി ഇടപഴകുന്ന നമ്മുടെ എൻവയൺമെന്റ്, അത് നമ്മുടെ സമാധാനത്തിനെയും നമ്മുടെ മാനസിക ആരോഗ്യത്തിനും നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോ ഈ വീഡിയോയിൽ കൂടി എന്താണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന വീട് ടോക്സിക് ഫാമിലി ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ടോക്സിസിറ്റി എന്ന വേർഡ് ഇപ്പൊ ഒരുപാട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു വേർഡാണ്. പക്ഷെ ശരിക്കും എന്താണ് ഒരു ടോക്സിക് ഫാമിലി? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകും, നിങ്ങളുടെ വീട് ടോക്സിക് ആണോ അല്ലയോ എന്നുള്ളത്. ടോക്സിക് ആണെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോ രണ്ട് തരത്തിലുള്ള ടോക്സിക് ഫാമിലീസിനെയാണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്നത്. ഒന്ന് വളരെ വിസിബിൾ ആയിരിക്കും, ശബ്ദകോലാഹലങ്ങളും പ്രശ്നങ്ങളും കണ്ണീരും ഒരുപാടുള്ള, വളരെ ലൗഡ് ആയിട്ടുള്ള, വളരെ എവിഡന്റ് ആയിട്ടുള്ള ടോക്സിക് ഫാമിലീസ്. ഇനി അതിനേക്കാൾ കൂടുതൽ കാണപ്പെടുന്നത് വളരെ ക്വൈറ്റ് ആയിട്ടുള്ള, പുറമേ നല്ല ഇമേജ് ഉള്ള, എന്നാൽ ഉള്ളിൽ ഉള്ള ഓരോരുത്തരെയും വല്ലാതെ ഞെരിച്ചമർത്തപ്പെടുന്നതായിട്ടുള്ള, ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ ആയിട്ടുള്ള, വല്ലാത്ത ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന അന്തരീക്ഷമുള്ള ഫാമിലീസ്. അപ്പോ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് രണ്ടാണെങ്കിലും ശരി, ഒരിക്കലും നമുക്ക് നല്ലതല്ല ഇത്തരം ടോക്സിക് ഫാമിലീസിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഒരു ടോക്സിക് ഫാമിലി എന്താണ് എന്നതിനെ പറ്റി സയന്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസ്, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറമെ എത്രത്തോളം വയലൻസ് ഉണ്ട് എന്നതല്ല ടോക്സിക് ഫാമിലിയെ ഡിഫൈൻ ചെയ്യുന്നത്. മറിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും മാനസികമായിട്ട് അവരുടെ വെൽബീയിങ്ങിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ടോക്സിസിറ്റിയുടെ തോത് നിർണ്ണയിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടോക്സിക് ഫാമിലി ആണ് എന്ന് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ വീട്ടിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എന്റെ മാനസികാരോഗ്യം എത്രത്തോളം നഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എത്രത്തോളം സഹിക്കേണ്ടി വരുന്നുണ്ട്, ഞാൻ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇതിനോടകം എത്രത്തോളം മുറിവുകളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന 8 ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെയുണ്ട്, അതിന്റെ തോത് എത്രത്തോളമാണ് എന്നുള്ളത് റേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ നല്ലതിനാണ് എന്നുള്ള വ്യാജേന നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട്. ഞാൻ ഈ പറയുന്നത് നിന്റെ നല്ലതിനാണ്, നീ ഈ ഒരു ഡ്രസ്സ് ഇടുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ നിന്റെ സംസാര രീതി നല്ലതല്ല, ഫുൾ ടൈം നീ നിന്റെ സമയം ഈ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ നിന്റെ പാഷൻ എന്ന് പറഞ്ഞ് നടക്കാതെ നീ മറ്റെന്തെങ്കിലും പോകുന്നതിനാണ് നല്ലത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ അഭിരുചികളെയും ഇഷ്ടങ്ങളെയും നിരന്തരം പഴിച്ചുകൊണ്ടിരിക്കുന്ന, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും മുമ്പ് നല്ലതിനാണ് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാം പറഞ്ഞതിന് ശേഷം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ള ഒരു എന്താണ് അടിവരയോട് കൂടി നിർത്തുന്ന, അല്ലെങ്കിൽ ആമുഖത്തോടു കൂടി തുടങ്ങുന്ന ഒരു സംഭാഷണം, അത് നിരന്തരമായിട്ട് നിങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ അത് ടോക്സിസിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററായി കണക്കാക്കാം. നമ്പർ 2, സൈലന്റ് ട്രീറ്റ്മെന്റ്. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ പൂർണ്ണമായിട്ട് ഇൻവിസിബിൾ ആയി കണ്ടുകൊണ്ട്, നമ്മളെ അവഗണിച്ചുകൊണ്ട്, നമ്മളെന്നൊരാൾ അവിടെ ഇല്ലാത്തതുപോലെ നമ്മളോട് മിണ്ടാതെ ഇരിക്കുന്നത്, നമ്മളെ പൂർണ്ണമായി അവഗണിക്കുന്നത്, അതുതന്നെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നതിൽ കൂടി ഉദ്ദേശിക്കുന്നത് എതിരെ നിൽക്കുന്ന ആളെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് എത്രത്തോളം ഇത് ആ ആളെ ബാധിക്കുന്നുവോ അത്രത്തോളം ആ ആള് നമ്മുടെ കൺട്രോളിലാകും എന്നതാണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുടെ മനസ്സിലുള്ള ഉദ്ദേശം. അപ്പോൾ നിരന്തരമായിട്ട് സൈലന്റ് ട്രീറ്റ്മെന്റ് ഉള്ള ഒരു എൻവയൺമെന്റ് ആണ് നിങ്ങളുടെ വീടിനുള്ളിൽ ഉള്ളതെങ്കിൽ ഒരിക്കലും സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്നേഹമല്ല.
അതിൽ കൂടി കാണിക്കുന്നത് കരുതലല്ല, സ്നേഹമല്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്നതല്ല, മറിച്ച് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്ടിക്കാണ്, ഒരു തന്ത്രമാണ് എന്നുള്ളതാണ്. നമ്പർ 3 ഇമോഷണൽ ഇൻവാലിഡേഷൻ ആണ്. അതായത് നമ്മുടെ ഫീലിങ്സിനൊന്നും ഒരു വാല്യൂം ഇല്ലാത്തൊരവസ്ഥ. നീ ഇത്രത്തോളം സെൻസിറ്റീവ് ആകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തിനും ഏതിനും നീ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതൊരു ബിഗ് ഡീൽ അല്ല, നിന്നെക്കാളും മോശം അവസ്ഥയിലുള്ളവരെ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫീലിങ്സിനെ നിരന്തരം ഇകഴ്ത്തി കാണിക്കുന്നത്, അല്ലെങ്കിൽ തരം താഴ്ത്തുന്നത്. നീ മാത്രം എന്താ ഇങ്ങനെ, നിനക്ക് മാത്രം എന്താ ഇത്രയധികം പരാതികൾ, നിനക്ക് മാത്രം എന്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ നീ ഇതിന് മാത്രം എന്താണ് ഇവിടെ മലമറിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം. നമ്മുടെ ഇമോഷൻസിനെ പരമാവധി ഇൻവാലിഡേറ്റ് ആക്കുന്ന തരത്തിലുള്ള സമീപനം. നമ്പർ 4 കണ്ടീഷണൽ ലവ് ആണ്. കണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഉണ്ടായിരിക്കും. ഈ വീട്ടിൽ ഇതിനൊക്കെ മുൻകൈ എടുത്ത് കൊടി പിടിച്ചിറങ്ങുന്ന ഒരു ഒന്നോ അതിലധികമോ ആളുകൾ ഉണ്ടാവുമല്ലോ ഈ ടോക്സിസിറ്റി കൊണ്ടുവരുന്നവർ. അപ്പൊ അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ ലെവല് നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മൾ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളവരായി മാറുകയുള്ളൂ. നമ്മൾ ആ എക്സ്പെക്ടേഷൻ ലെവലിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേഹത്തിന് അർഹതയില്ല എന്നുള്ള ഒരു കാര്യം അവിടെ വ്യവസ്ഥാപിതമായിട്ട് സ്ഥാപിക്കപ്പെടുകയാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു വാല്യൂ ഉള്ളൂ, നിങ്ങൾക്കൊരു സ്നേഹത്തിനോ കൺസിഡറേഷനോ അർഹതയുള്ളൂ. അല്ലാത്തിടത്തോളം, നിങ്ങൾ നിങ്ങളായി നിൽക്കുന്നിടത്തോളം, നിങ്ങളുടേതായിട്ടുള്ള ഒരു സന്തോഷങ്ങളോ ഫ്രീ സ്പേസോ കണ്ടെത്തുന്നിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന യാതൊരു ജീവിതത്തിൽ കിട്ടേണ്ട സ്നേഹത്തിനോ മുൻഗണനയ്ക്കോ കരുതലിനോ കൺസിഡറേഷനോ ഒന്നും ഒരു അർഹതയുമില്ല എന്ന് നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം. നമ്പർ 5 കമ്പാരിസൺ. എല്ലാവരോടും എല്ലാത്തിനോടും നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്താണ് വീടിന് പുറത്തുള്ള മറ്റ് ആളുകളുമായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ടോ ഒക്കെ എപ്പോഴും കമ്പയർ ചെയ്യുക. അതിനെ വാലിഡേഷൻ തരുന്നില്ല എന്നത് പോട്ടെ, വില കുറച്ച് കാണുന്ന രീതിയിലുള്ള, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമ്പാരിസൺ. ഒരിക്കലും സ്നേഹം ഉള്ളിടത്ത് ഒരു കമ്പാരിസൺ ഉണ്ടാവുകയില്ല. നമ്മളായി ഉൾക്കൊള്ളപ്പെടുന്നിടത്ത് ഒരിക്കലും മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യപ്പെടുകയില്ല. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് ഇത്തരത്തിലൊരു കമ്പാരിസണിൽ കൂടി കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയ വിലയൊന്നും ഇല്ല എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം. വിലയില്ലാത്തടത്ത് നിൽക്കരുത്. നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ നമ്മൾ അവിടുത്തെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്പർ 6 ഒരു പ്രൈവസിയും ഇല്ലാത്ത അവസ്ഥയാണ്. 0 പ്രൈവസി. നിങ്ങളുടെ ഫോണിനോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയ്ക്കോ നിങ്ങളുടെ ഒരു മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾക്കോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിന്തകൾക്ക് പോലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. എല്ലാ പ്രൈവസിയും ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയും, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ ഒന്നുമില്ലാതെ ആകുന്ന, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിയമത്തിന് നിങ്ങൾ അറിയാതെ നിങ്ങൾ വിധേയരായി പോകുന്ന തരത്തിലുള്ള ഒരു സമീപനം, അതും ഒരു ഏറ്റവും വലിയ അപകട സൂചനയാണ്. നമ്പർ 8 ദാറ്റ് ഇസ് വാക്കിംഗ് ഓൺ എക്സെൽസിൽ കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളെ തന്നെ കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ വാക്കും, നമ്മൾ എഴുതുന്ന ഓരോ വാക്കും, നമ്മളുടെ ചിന്തകളും ഒക്കെ നമ്മൾ ഒരുപാട് മോണിറ്റർ ചെയ്തിട്ട്, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവുമോ, അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമോ, അവരെന്ത് ചിന്തിക്കും, ഇത് എനിക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യുമോ, ഇത് ഏതെങ്കിലും പ്രശ്നത്തിലേക്ക് പോകുമോ, ഞാനത് ചോദിക്കാമോ, ഞാനിത് പറയാമോ, ഞാനിത് ചിന്തിക്കാമോ, ഞാനിതിൽ ഇൻവോൾവ് ആകാമോ എന്നുള്ള തരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളറിയാതെ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വാക്കിംഗ് ഓൺ എക്സെൽസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 8 ഘടകങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുക.
ഇതിലെ മിനിമം 2 കാര്യങ്ങളെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട് നിങ്ങളെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ലോകത്ത് ഒരുപാട് ഷെൽട്ടേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനും നിലനിൽക്കാനും പറ്റും. ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എന്ത് ശൂന്യത എന്നൊന്നില്ല. അപ്പോ നമ്മൾ നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ലോകത്ത് ഒരാളും നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഞാനേ ഉള്ളൂ, തനിക്ക് താനേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം. രക്ഷപ്പെട്ടേ പറ്റൂ. അല്ലാതെ എത്ര നാളുണ്ട് എന്നറിയില്ല ആയുസ്. ആയുസ് ഉള്ളിടത്തോളം ഉരുക്കി 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 അങ്ങനെ ജീവിക്കേണ്ട ഒരാളാണോ നിങ്ങൾ? ആണോ? നന്നായി ചിന്തിച്ചിട്ട് പറ. ഒരിക്കലുമല്ല. അപ്പോ ഇവിടെ നിന്നിട്ട് പോണം. എങ്ങോട്ട് പോവും? എങ്ങോട്ട് പോകുന്നൊക്കെ നമുക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. അപ്പോ ഈ വീഡിയോയുടെ പാർട്ട് 2 എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓക്കെ, പാർട്ട് 2 ഒന്നുമല്ല, പക്ഷേ ഇത്തരം ഹൗസ് എൻവയൺമെന്റിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, ഹൗ ടു എസ്കേപ്പ് ഫ്രം ടോക്സിക് ഫാമിലി, അതാണ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക, നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവനവനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ലോകത്ത് നിന്ന് ആരും വരുമെന്ന് വിചാരിക്കരുത്. ഇതല്ലാത്ത ഏതെങ്കിലും അനാദിയായ ലോകത്ത് നിന്നും ആരും വരുമെന്ന് വിചാരിക്കരുത്. നമുക്ക് നമ്മൾ വേണം കൂടെ നിൽക്കാനും താങ്ങി നിർത്താനും തണലാവാനും എല്ലാം.